നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 63. അറിവിലിരുന്ന പരത്വമാർന്നിടാതെ ഈ അറിവിനെ ഇങ്ങറിയുന്നതെന്നേ താൻ പരവശനായി അറിവേല പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. അറിയുക എന്ന പ്രക്രിയ ഇപ്പോൾ ഇവിടെ നടക്കുന്നതാണ്. എന്നാൽ സാക്ഷാത്കാരം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഏതോ അത്ഭുതകരമായ ഒരറിവ് വേറെ എവിടെയോ ഇരിക്കുന്നുണ്ട്. ഇനി ഒരിക്കൽ ശ്രമപ്പെട്ട് അത് കണ്ടെത്തും. അതിനായി പ്രയത്നിക്കണം എന്ന് കരുതി ഓരോ ഉപായം പ്രയോഗിച്ചു പോരുന്നതായി കാണുന്നുണ്ട്. ഇത് അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. ഒന്നിൻ്റെ സാധ്യത മറ്റൊന്നിൽ, അതിൻ്റെ സാധ്യത ഇനിയൊന്നിൽ എന്നിങ്ങനെ അവസാനമില്ലാത്ത തെരച്ചിലിൽ മുഴുകിയിരിക്കുന്നതിനെയാണ് മൃത്യുവിൽ നിന്ന് മൃത്യുവിലേക്ക് പോകുന്നതായി പറഞ്ഞു പോരുന്നത്. സാങ്കല്പികമായ ഒരറിവ് എവിടെയുമില്ല. ആകെ അറിയാനുള്ളതും അറിയാവുന്നതും അറിയേണ്ടതുമായ അറിവ് തന്നെയാണ് എപ്പോഴും ഉള്ളത്. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും സുഷുപ്തിയിലായിരിക്കുമ്പോഴും സമാധിസ്ഥനായിരിക്കുമ്പോഴും മുറിയാതെയിരിക്കുന്ന അറിവ് ഒന്നു തന്നെയാണ്. നാലാമത്തേത് എന്ന് വിശേഷിപ്പിച്ചു പോരാറുള്ള തുരീയം ഒരു അവസ്ഥയല്ല. മറ്റു 3 അവസ്ഥകളും ഇതിലാണ് ആരോപിതമായിരിക്കുന്നത്. ഉണർന്നിരിക്കുന്ന അവസ്ഥയിലും സ്വപ്നത്തിലും തുരീയത്തിലെ ഏകമായ അറിവ് അനേകമെന്ന പോലെ ശിഥിലമായി കൊണ്ടിരിക്കുന്നു. നല്ല ഉറക്കത്തിലും അസംപ്രജ്ഞാത സമാധിയിലും ദ്വൈത ബുദ്ധിയില്ല. ഉറക്കത്തിൽ എന്തറിയുന്നുവെന്നോ എങ്ങനെ അറിയുന്നുവെന്നോ പറയുന്നതിൽ പ്രസക്തിയൊന്നുമില്ല. ജാഗ്രത്തിലും സ്വപ്നത്തിലും മാത്രമാണ് വ്യക്തിഗതമായ ബോധം നാമരൂപാദി കൽപ്പനകൾ നടത്തുന്നത്. സ്വപ്നത്തിൽ കാണപ്പെടുന്ന പ്രതീതികളുടെ തെറ്റും ശരിയും നിരൂപണം ചെയ്യുന്നതിന് ബുദ്ധി സമർത്ഥമായിരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സ്വപ്നം ഒരു മോഹാവസ്ഥയാണ്. ഉണർന്നിരിക്കുമ്പോൾ ഭേദരഹിതമായ ജ്ഞാനം സാധ്യമാണോ? സാധ്യമാണെങ്കിൽ മാത്രമേ മനനാദികൾക്ക് പ്രസക്തിയുള്ളൂ. ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ വിവേകം തെറ്റിനെയും ശരിയെയും വകതിരിച്ചു കാണിക്കുന്നത് ഏവർക്കും അനുഭവമുള്ള വസ്തുതയാണ്. ഇപ്പോഴുള്ള അറിവ് പരമാർത്ഥമല്ലെന്ന് തോന്നുവാനുള്ള കാരണം എന്താണ്? ജാഗ്രത്തിൽ ഓരോരോ വിഷയം മാറി മാറി വരുന്നത് നാം കാണുന്നുണ്ട്. അതിനെല്ലാം പേരും രൂപവും അർത്ഥവും നാം കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കാണപ്പെടുന്ന രീതിയിൽ തന്നെ ഒരു വിഷയത്തിന് അർത്ഥം കൽപ്പിക്കുന്നതിനെയാണ് യഥാർത്ഥം എന്ന് പറയുന്നത്. അതിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ടു പോയി പരമാർത്ഥത്തെ കൂടി ജാഗ്രത അവസ്ഥയിൽ അറിയുവാൻ കഴിയുമോ എന്നാണ് അന്വേഷിക്കേണ്ടത്. നാം ഉടുത്തിരിക്കുന്ന മുണ്ടാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഘടനയ്ക്കോ പ്രയോജനത്തിനോ ഒരു മാറ്റവും വരുത്താതെ തന്നെ അതിനെ പഞ്ഞിയാണെന്ന് മനസ്സിലാക്കുന്നതിന് ഒരു പ്രയാസവും കാണുന്നില്ല. അതുപോലെ ജീവജ്ഞാനമായും ഇന്ദ്രിയജ്ഞാനമായും വിഷയജ്ഞാനമായും ഇപ്പോൾ ഇവിടെ അറിയുന്നതായ ഈ അറിവ് തന്നെയാണ് ഉണർവിലും
സ്വപ്നത്തിലും ഗാഠനിദ്രയിലും തുരീയത്തിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നതെന്നറിയുവാൻ വൈരാഗ്യവും വിവേകവും മാത്രമുണ്ടായിരുന്നാൽ മതി. അതുതന്നെയാണ് പണ്ഡിതന്റെ പരമരഹസ്യം. അല്ലാതെ പാരവശ്യമൊന്നും കാണിക്കേണ്ടതായിട്ടില്ല.